2024 2030 സംഭവിക്കും എന്നാണ് സീസ്മോളജിസ്റ്റ് ആ ഭൂകമ്പം 6 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യും എന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയുന്നത്. അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. നമ്മുടെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഡാമിന്റെ പൂർണ്ണമായ അവകാശം തമിഴ്നാടിനാണ്. അത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. കേരളത്തിന്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ പൂർണ്ണമായ അധികാരം കേരളത്തിനായിരിക്കണം. അപ്പൊ ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ആ ഡാം അവിടെ നിൽക്കുന്നത്. ഇത് കേരളത്തിലെ അടിമകൾ സഹിക്കാണ്. ആർക്കും ഒരു പരാതിയില്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ചെയ്ത് എന്താ അവർക്ക് പ്രശ്നം? ഒന്നിനും പരാതിയില്ല. എൻ്റെ കുട്ടികളെ വെച്ച് വിലവേശിയാൽ, ഭീഷണിപ്പെടുത്തിയാൽ, കൊല്ലാൻ പോയാൽ, തട്ടിക്കൊണ്ട് പോയാൽ ഞാൻ എൻ്റെ മക്കൾ പോലെയല്ലേ നിങ്ങളുടെ മക്കൾ? 1900 ഭൂകമ്പം ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. അത് ചെറിയ ഭൂകമ്പമൊന്നുമല്ല. 6.1 കേരളത്തിൽ റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി വന്ന് ഇപ്പൊ 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതിന്റെ അർത്ഥം ഈ ഭൂകമ്പങ്ങൾ ഗ്രാജുവൽ ആയിട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഒരു 4+ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഡാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ, ചിറ്റൂർ താലൂക്ക്, അതിൻ്റെ അലയൊലികൾ കൊച്ചി വരെ എത്തി. ഒരിടത്ത് പ്രകൃതി നാശം, പരിസ്ഥിതി നാശം ഉണ്ടായാൽ ഭൂമി ഒരു ഗോളമാണ്. എല്ലായിടത്തും അത് ബാധിക്കും. 1900-ലാണെന്ന് ഓർക്കണം. ഇന്നത്തെ പോലെ ബ്രഹ്മാണ്ഡങ്ങളായ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇന്നാണ് ആ 6.1 ഭൂകമ്പം നല്ലേപ്പള്ളിയിൽ ഉണ്ടായതെങ്കിൽ തൃശ്ശൂരിൻ്റെ, എറണാകുളത്തിൻ്റെ, കോയമ്പത്തൂരിൻ്റെ, മധുരയുടെ, സേലത്തിൻ്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. വയനാടിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് നോയാണ്. വയനാടിന് മാത്രമല്ല, കേരളത്തിന് തന്നെ. പല ആളുകൾക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാതും ഇനി അവർ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അതിൽ ഭേദം മരിക്കുന്നതാണെന്ന് അവർ ചിന്തിക്കും. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് അതിൽ ഭേദം ആ ഉരുൾപൊട്ടലിൽ ഞാനും കൂടി അങ്ങ് പോയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കും. കുട്ടികൾ മിണ്ടാതെയാവും. കരയില്ല കുട്ടികൾ. ഞാൻ അതും ശ്രദ്ധിച്ചു. കുഞ്ഞു കുട്ടികൾ കരയില്ല, മിണ്ടാതെയാവും. ഇത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ TV കണ്ടാൽ ഇത് മനസ്സിലാവില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിൻ്റെ മിണ്ടാനാവാത്ത, കരയാനാവാത്ത ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ. എന്താണ് ആ മാനസികാവസ്ഥ? അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മുടെ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ രാഷ്ട്രീയമാണ്. മുണ്ടക്കൈ പുത്തുമല, അതിൻ്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 11 ക്വാറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. മിക്കവാറും ക്വാറികളൊക്കെ നടത്തുന്നത് രാഷ്ട്രീയക്കാർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ബിനാനികൾ മുഖേനയോ ഒക്കെയാണ് മിക്കവാറും ക്വാറികൾ നടത്തുന്നത്. പിന്നെ കല്ലെന്ന് പറയണത് ഈ ജനങ്ങളുടെ സമ്പത്താണ്. അതൊരു ഖനിയാണ്. മൊത്തം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും സമ്പത്താണ് കല്ല്. അത് കുറച്ച് പേര് മാത്രം പൊട്ടിച്ച് വിറ്റ് വൻ കോടിപതികളാണ്. ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ, അത് ഇടതെന്നോ വലതൊന്നും ഇല്ലാട്ടാ. ഇടതെന്നോ വലതെന്നോ അല്ലാത്ത പക്ഷമൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പ്രദേശത്ത് നമുക്ക് രക്ഷയില്ല. ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ഈ നാടിൻ്റെ പ്രശ്നം. രാഷ്ട്രീയക്കാർ വളരെ വിദഗ്ധമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവരുടെ നേട്ടം. ഇന്നത്തെ തലനരച്ച രാഷ്ട്രീയ നാടിന് കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയണം. നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് നിങ്ങൾക്ക് തന്നേക്കണ ലോകം, നമ്മുടെ കാരണവന്മാരുണ്ടല്ലോ, അവര് തന്നിരിക്കുന്ന ലോകം അവര് കണ്ട ലോകമല്ല, അവര് കണ്ട കേരളമല്ല ഇന്നത്തെ തലമുറയ്ക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ തലമുറ ഇത് തിരിച്ചറിയണം. നിങ്ങൾക്ക് നല്ല ഭക്ഷണമില്ല, നല്ല വായുവില്ല, നല്ല വെള്ളമില്ല. അതാണ് ഈ തലനരച്ച ആൾക്കാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അത്ര ഭീകരമായ ഒരവസ്ഥയാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ സംഭാവനയാണ്. എന്തിനാണ് ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഹലോ എവരിവൺ, നമസ്കാരം. ഇന്ന് നമ്മളുടെ കൂടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്
വർഷങ്ങളായി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും മുല്ലപ്പെരിയാറിന് വേണ്ടി നിലനിൽക്കുകയും സുപ്രീം കോടതി വരെ എത്തിയിട്ടുള്ള നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട റസൽ സാറാണ്. നമുക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? ഈ ലാൻഡ് സ്ലൈഡ് ഒരുപാട് പേരിങ്ങനെ ഉണ്ടാവും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പോൾ, ഇടുക്കി ഡിസ്ട്രിക്റ്റിലൊക്കെ പോകുമ്പോൾ കുറേ മണ്ണൊന്നുമില്ലാത്ത മൊട്ടക്കുന്നുകൾ കാണാറുണ്ട് ഇല്ലേ? നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെ മൊട്ടക്കുന്നുകളായി എന്ന്. ശരിക്കും പറഞ്ഞാൽ അവിടെയെല്ലാം നിബിഡ വനങ്ങളായിരുന്നു. ആ മൊട്ടക്കുന്നിൻ്റെ മേലെ നിബിഡ വനങ്ങളായിരുന്നു. അതായത് മരം വെട്ടി മാറ്റിയാൽ വേരുകൾ അവിടെ നിൽക്കും അല്ലേ? വേരുകൾ അവിടെ നിൽക്കും. കുറേ നാൾ കഴിയുമ്പോൾ ഈ വേരുകൾ ദ്രവിക്കും. അപ്പോൾ പൈപ്പുകൾ രൂപപ്പെടും. മഴവെള്ളം ഈ പൈപ്പുകളിൽ നിറയും. ഏറെ നിറയുമ്പോൾ സ്വാഭാവികമായിട്ടും ബേസ്റ്റ് ചെയ്യും. അപ്പോൾ ആ മണ്ണ് അങ്ങനെ തന്നെ താഴേക്ക് വരും. അതിന് പൈപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. അത് തന്നെയാണ് വയനാടും സംഭവിച്ചത്. ഹാരിസൺ മലയാളത്തിൻ്റെ മാത്രമല്ല, ഏക്കർ കണക്കിന് വനങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വയനാട് മാത്രമല്ല, കേരളം മുഴുവനും. അപ്പോൾ അതുകൊണ്ട് ഈ പൈപ്പിംഗ് പ്രതിഭാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായത്. ഇത് ഉണ്ടാകുമെന്ന് ഇതിനു മുമ്പേ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. മാധവ് ഗാഡ്ഗിൽ അടക്കം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റൂല, പക്ഷെ ഇതെല്ലാം തടയാമായിരുന്നു. നശിപ്പിച്ച സ്ഥാനത്ത് വനങ്ങൾ വരണമായിരുന്നു. വയനാട് ദുരന്തം സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ നിന്ന് നമ്മൾ കേരളം എന്താണ് പഠിക്കാനുള്ളത്? കേരളം ഒന്നും പഠിക്കില്ല. 2018 പ്രളയം ഉണ്ടായി. 1900 ഭൂകമ്പം ഉണ്ടായ സംസ്ഥാനമാണ് കേരളം. അത് ചെറിയ ഭൂകമ്പമൊന്നുമല്ല. 6.1 റിക്ടർ സ്കെയിലിൽ മാഗ്നിറ്റ്യൂഡ് വന്ന ഭൂകമ്പമാണ്. നല്ലേപ്പള്ളി എന്ന് പറയുന്ന ഒരു പാലക്കാടൻ ഗ്രാമത്തിൽ, ചിറ്റൂർ താലൂക്കിൽ. അത് കോയമ്പത്തൂർ ഭൂകമ്പം എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ അലയൊലികൾ കൊച്ചി വരെ എത്തി. 1900 ഓർക്കണം. ഇന്നത്തെ പോലെ ബ്രഹ്മാണ്ഡങ്ങളായ ബിൽഡിങ്സ് ഒന്നുമില്ല. ഇന്നാണ് ആ 6.1 ഭൂകമ്പം നല്ലേപ്പള്ളിയിൽ ഉണ്ടായതെങ്കിൽ തൃശ്ശൂരിൻ്റെ, എറണാകുളത്തിൻ്റെ, കോയമ്പത്തൂരിൻ്റെ, മധുരയുടെ, സേലത്തിൻ്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ മതി. കാരണം അത്രമാത്രം ബിൽഡിങ്സ് കെട്ടിയിട്ടുണ്ട് നമ്മൾ. ആ ഭൂകമ്പം 6 വർഷത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്യും എന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയുന്നത്. അത് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. 6 വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 2024 2030 സംഭവിക്കും എന്നാണ് സീസ്മോളജിസ്റ്റുകൾ പറയുന്നത്, ഭൗമശാസ്ത്രജ്ഞർ പറയുന്നത്. അത് നമ്മളെ ഭയപ്പെടുന്നതാണ്. അത് മാത്രമല്ല, കേരളത്തിൽ റിക്ടർ സ്കെയിലിൽ 2 മാഗ്നിറ്റ്യൂഡിൽ തുടങ്ങിയ ഭൂകമ്പങ്ങൾ കൂടി വന്ന് ഇപ്പോൾ 3.4 ഫിനിഷ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഈ ഭൂകമ്പങ്ങൾ ഗ്രാജുവലായിട്ട് ഇറ്റ് ഈസ് ഇൻക്രീസിങ്. അപ്പോൾ ഒരു 4+ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ ഡാം തകർന്ന് നമ്മുടെ തലയിലേക്ക് വീഴും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പം അത്ര ഭീകരമായ ഒരവസ്ഥയാണെന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത്. ഇത് ഇവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ സംഭാവനയാണ്. എന്തിനാണ് ഈ 84 ഡാംസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? എനിക്ക് മനസ്സിലായിട്ടില്ല. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും കൂടി മൊത്തം വൈദ്യുതി കിട്ടുന്നത് 22% ഉള്ളൂ. ബാക്കി 78% നമ്മൾ വലിയ തുക കൊടുത്ത് പുറത്തു നിന്ന് നാഷണൽ ഗ്രിഡിൽ നിന്നും മറ്റും വാങ്ങാണ്. അപ്പം പിന്നെ എന്തിനാണ്? പിന്നെ ആലോചിക്കുമ്പോൾ ഇത് ഡാംസുകളെല്ലാം ജലസേചനത്തിന്. ഇവിടെ ഒന്നാമത് കൃഷിയില്ല, പിന്നെ എന്തോന്ന് ജലസേചനം. അങ്ങനെ ജലസേചനത്തിനാണെങ്കിൽ തന്നെ ഇത്രയും ബ്രഹ്മാണ്ഡങ്ങളായ ഡാമുകൾ വേണ്ട. അതായത് 65 സ്ക്വയർ കിലോമീറ്റർ ഏരിയയൊക്കെ വെള്ളത്തിനടിയിലാക്കുന്ന ഡാമുകൾ വേണ്ട. ചെറിയ തടയിണങ്ങളും മതി ജലസേചനത്തിന്. ഇവിടെ ഡാമുകൾ വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരുത്തൻ പറയാണ്, ഈ ഡാമിലെ വെള്ളമല്ലേ സാറ് കുടിക്കണമെന്ന്. ഞാൻ ഡാമിലെ വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഞാനിവിടെ കിണറുണ്ട്. വയനാടിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ? എന്താണ് സാറിന്റെ ഒരു അഭിപ്രായം? അത് ഉത്തരം പറയാനായിട്ട് ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഒരു ബിഗ് നോയാണ്. വയനാടിന് മാത്രമല്ല, കേരളത്തിന് തന്നെ. ഇത് ബുദ്ധിയുടെ തലത്തിൽ നിന്നാകട്ടോ. ഇതിനൊരു സ്പിരിച്വൽ ലെവലുണ്ട്, അതെപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ബുദ്ധിയുടെ തലത്തിൽ
സർക്കംസ്റ്റൻസസിൻ്റെ തലത്തിൽ നാളിതുവരെ സംഭവിച്ച കാര്യങ്ങളുടെ തലത്തിൽ ഒരു ബിഗ് നോ പറയാനാണ് എനിക്ക് താല്പര്യം. അതെനിക്ക് എൻ്റെ ബുദ്ധി വെച്ച് പറയാൻ പറ്റുള്ളൂ. ഒരു തിരിച്ചുവരവില്ല, വയനാടിന് മാത്രമല്ല കേരളത്തിനും മൊത്തത്തിലും. പല ആളുകൾക്കും ജീവൻ തിരിച്ചു കിട്ടി എന്നേ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാതും ഇനി അവർ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അതിൽ ഭേദം മരിക്കുന്നതാണെന്ന് അവർ ചിന്തിക്കും. അത് ചിന്തിക്കും. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അതിൽ ഭേദം ഉരുൾപൊട്ടലിൽ ഞാനും കൂടി അങ്ങ് പോയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കും. അത് ചിന്തിക്കും. എല്ലാ ഉരുൾപൊട്ടലുള്ള സ്ഥലത്തും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. എനിക്ക് വയനാട് പോകാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാ ഉരുൾപൊട്ടലുള്ള സ്ഥലത്തും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെയുള്ള ജനങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതാണ്, ആ ഉരുൾപൊട്ടലിൽ അങ്ങോട്ട് തീർന്നാൽ എത്ര നന്നായിരുന്നു എന്ന്. അതെ, പലരും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നതും അതിൽ നിന്ന് അവരിനി കരയേറും എന്നുള്ളത് കൂടെ നമുക്ക്. കുട്ടികൾ മിണ്ടാതെയാവും, കരയില്ല കുട്ടികൾ. ഞാൻ അതും ശ്രദ്ധിച്ചു. കുഞ്ഞു കുട്ടികൾ കരയില്ല, മിണ്ടാതെയാവും. അത്ര വലിയ ഷോക്കാണ്. മിണ്ടാൻ പറ്റാത്ത, കരയാൻ പറ്റാത്ത ഷോക്ക്. അതാണ് സംഭവിക്കുക. ഇത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. നമ്മൾ ടി വി കണ്ടാൽ ഇത് മനസ്സിലാവില്ല. അവരുടെ സ്ഥാനത്ത് നിന്ന് ആ കുഞ്ഞിൻ്റെ മിണ്ടാനാവാത്ത, കരയാനാവാത്ത ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ എന്താണ് ആ മാനസികാവസ്ഥ. അവരുടെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ചിന്തിക്കണം. നമ്മളും അവരൊക്കെ മനുഷ്യരാണെന്ന് കരുതണം. ഇത് അവിടെ സംഭവിച്ചതാണ്. ഞാനിവിടെ ഇംഗ്ലണ്ടിലിരിക്കുന്നു, ഞാൻ ജർമ്മനിയിലിരിക്കുന്നു, ഞാൻ US ഇത് അവിടെ കേരളത്തിൽ എന്താണ് പുത്തുമലയിലും മുണ്ടിക്കൈയിലൊക്കെ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ സംഭവിച്ചതാണ്. എനിക്ക് ബാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, ഇത് എവിടെ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും സംഭവിക്കാം. കാരണം ജനിച്ചാൽ മരണവും ദുരന്തങ്ങളും കൂടെയുണ്ട് എല്ലാ മനുഷ്യർക്കും, ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇത് വിളിച്ചു വരുത്തുന്ന ദുരന്തം, അത്രയേ ഉള്ളൂ. ആരാണ് വയനാട് ദുരന്തത്തിന് കാരണം? ഒറ്റ നോട്ടത്തിലൊരു ആൻസർ പറയുമ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയം. നമ്മുടെ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ രാഷ്ട്രീയമാണ്. ഇവര് 5000 കോറികൾക്ക് പെർമിറ്റ് കൊടുത്തു ഉള്ളതാണ് എൻ്റെ അറിവ്. കേരളത്തിൽ മൊത്തം കോറി എന്ന് പറയുന്ന, കല്ലെന്ന് പറയുന്നത് ഈ ജനങ്ങളുടെ സമ്പത്താണ്. ഒരു ഖനിയാണ്. മൊത്തം കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും സമ്പത്താണ് കല്ല്. അത് കുറച്ച് പേര് മാത്രം പൊട്ടിച്ച് വിറ്റ് വൻ കോടിപതികളാകുന്നു, കോടീശ്വരന്മാരാകുന്നു. അവിടെ തന്നെ ഒരു അനീതി, അധർമ്മമുണ്ട്. മിക്കവാറും കോറികളൊക്കെ നടത്തുന്നത് രാഷ്ട്രീയക്കാർ നേരിട്ടോ അല്ലെങ്കിൽ അവരുടെ ബിനാനികൾ മുഖേനയോ ഒക്കെയാണ് മിക്കവാറും കോറികൾ നടത്തുന്നത്. അപ്പോൾ ഈ പറയുന്ന മുണ്ടക്കൈ പുത്തുമല, അതിൻ്റെ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 11 കോറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിസ്സംശയം പറയാം, കോറികൾ പരിസ്ഥിതി വിനാശമുണ്ടാക്കുന്നവയാണ്. അതിന് ബദലായിട്ട് കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണെന്നറിയോ? കല്ലവിടെ നിന്ന് കിട്ടും വീട് പണിയാൻ എന്നാണ്, അല്ലേ? പച്ചക്കറി എവിടെ നിന്നാണ് കിട്ടുന്നത്? ഫ്രൂട്ട്സ് എവിടെ നിന്നാണ് കിട്ടുന്നത്? മീറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? പാൽ എവിടെ നിന്നാണ് കിട്ടുന്നത്? എല്ലാം പുറത്തുനിന്നല്ലേ. എന്തുകൊണ്ട് കല്ല് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പാടില്ല? ഈ 38,863 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൊരു തേങ്ങാപ്പോള് പോലെ സ്ഥലത്ത് തന്നെ കല്ലെടുക്കണോ? എന്നിട്ട് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട്, പാടങ്ങളും വനങ്ങളും ഒക്കെ നശിപ്പിച്ചുകൊണ്ട്, എറണാകുളം എന്ന് പറയുന്നത് മൊത്തം പാടായിരുന്നു. ഇപ്പൊ അവിടെ എന്തിന്റെ പാടാണ്? ഇപ്പൊ കോൺക്രീറ്റ് സൗധങ്ങളുടെ പാടമായിട്ട് മാറി. വയനാട് വയൽനാടാണ്. ആ വയനാട് വയലുകളെ നശിപ്പിക്കാൻ വേണ്ടി ക്വാറികൾക്ക് അനുമതി കൊടുത്തു. ഏലവും കാപ്പിയും മറ്റ് തേയിലയൊക്കെ കൃഷി ചെയ്യാനായിട്ട് വനങ്ങൾ കംപ്ലീറ്റ് നശിപ്പിച്ചു. ഇത് ബ്രിട്ടീഷുകാർ തുടങ്ങിയതാണ്. ബ്രിട്ടീഷുകാർ കണ്ണിൽ ചോരയില്ലാതെ ഇന്നിപ്പോൾ മൂന്നാർ ടാറ്റ എസ്റ്റേറ്റ്സ് ഹെക്ടർ കണക്കിന് വനമാണ്, കന്യാവനം. ബ്രിട്ടീഷുകാർ വെട്ടി നശിപ്പിച്ച് തേയില കൃഷി തുടങ്ങിയത്. അവർക്ക് വേറൊരു രാജ്യത്ത് പോയി അവിടുത്തെ പ്രകൃതി നശിപ്പിച്ചാൽ അവർക്കൊരു കുഴപ്പമില്ലാന്ന് അവർ വിചാരിച്ചത്.
ഇപ്പം അവർക്ക് മനസ്സിലായി ഞങ്ങൾ നശിപ്പിച്ച പ്രകൃതി കൊണ്ട് ലോകത്ത് ചൂട് കൂടി 3 ഡിഗ്രി സെൻറ്റിഗ്രേഡിലും കൂടി ചൂട് കൂടിയാൽ, ഇപ്പോൾ ഉള്ള ചൂടിൽ നിന്ന് 3 ഡിഗ്രി സെൻറ്റിഗ്രേഡും കൂടി ചൂട് കൂടിയാൽ ലണ്ടൻ എന്ന് പറയുന്ന നഗരം ഉണ്ടാവില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? ന്യൂയോർക്ക് ഉണ്ടാവോ? ജപ്പാൻ മൊത്തത്തിൽ ഉണ്ടാവോ? മുംബൈ ഉണ്ടാവോ? കൊച്ചി ഉണ്ടാവോ? അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളെല്ലാം കൂടി ഓടിക്കൂടി കരഞ്ഞത്. നിങ്ങൾ ചൂട് കുറയ്ക്കണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാണ്, നിങ്ങൾ ചൂട് കുറയ്ക്കണം. ഇന്ത്യയോട് പറയും, ചൈനയോട് പറയും നിങ്ങൾ ചൂട് കുറയ്ക്കണം. എങ്കിലും അവർ ചൂട് കുറയ്ക്കാൻ തയ്യാറല്ല. അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ചൂട് കുറച്ചോ എന്നാ പറയുന്നത്. അപ്പോൾ ഒരിടത്ത് പ്രകൃതി നാശം, പരിസ്ഥിതി നാശം ഉണ്ടായാൽ ഭൂമി ഒരു ഗോളമാണ്, എല്ലായിടത്തും അത് ബാധിക്കും. ഇപ്പോൾ ചൈനയിലെ വ്യവസായ സ്ഥാപനങ്ങൾ പുറത്തുവിടുന്ന കാർബൺ എമിഷൻ, അതാണ് ഇവിടെ മഴ കൂടാൻ കാരണം, ഇവിടെ ചൂട് കൂടാൻ കാരണം. ഇവിടെ ചൂട് കൂടാൻ കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ സമീപ പ്രദേശം എവിടെ പരിസ്ഥിതി നാശം ഉണ്ടായോ, ഈ ഭൂമി ഒരു ഗോളമായിട്ട് സങ്കല്പിച്ച് എവിടെ പരിസ്ഥിതി നാശം ഉണ്ടായോ ഈ ഗോളത്തെ മൊത്തത്തിൽ അത് ബാധിക്കും. ഇപ്പം 3 ഗോർജസ് ഡാംസ് ഇൻ ചൈന, അത് വലിയ ഡാമുകൾ നിർമ്മിച്ചു വെച്ച് വെള്ളം കെട്ടി നിർത്തിയാണ്. അത് ഭൂമിയുടെ കറക്കത്തെ ബാധിച്ചു എന്നാണ് റിപ്പോർട്ട്. ഒരു 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 സെക്കൻഡിൽ ഒരംശം വ്യത്യാസം, സെക്കൻഡിലൊരു 1000-1 അംശമെങ്കിലും വ്യത്യാസം വന്നാൽ എല്ലാത്തിനെയും ബാധിക്കും. ക്ലൈമറ്റ് സകലതിനെയും ബാധിക്കും. അപ്പോൾ പരിസ്ഥിതി നാശം എന്നുള്ളത് ഏറ്റവും കൂടുതൽ സംഭവിച്ചത് കേരളത്തിലാണ്. നമ്മുടെ ജനാധിപത്യ ഗവൺമെൻറ്റുകൾ വരാൻ തുടങ്ങിയ കാലം മുതൽ ഡാംസിൻ്റെ കൺസ്ട്രക്ഷനാണ്. അതിൻ്റെ പ്രധാന റീസൺ ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3000 കോടിയുടെ പ്രോജക്റ്റ് ആണെങ്കിൽ 1000 കോടി കയ്യിലിരിക്കും. അഴിമതിയാണ്. പിന്നെ ഞാനിവിടെ ആലുവക്കാരനായതുകൊണ്ട് ഞാൻ നേരിട്ട് കാണുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയുള്ള ഫാക്ടറികളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ പുകക്കുഴൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിശ്ചിത ഉയരത്തിലല്ല പലതിൻ്റെയും. അതൊന്ന്. 2, ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം കുടിവെള്ള സ്രോതസ്സായ പെരിയാറിലേക്കാണ് വിടുന്നത്. അതിൻ്റെ പുറകിലുള്ള റീസൺ എന്താണ്? നിങ്ങൾ മാലിന്യം പെരിയാറിലേക്ക് വിട്ടോ, കൈക്കൂലി ഞങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങളുടെ പുകക്കുഴലിൻ്റെ ഉയരം കുറച്ചോ, കൈക്കൂലി ഞങ്ങൾക്ക് തന്നാൽ മതി. നിങ്ങൾ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലുള്ള ഒരു വേസ്റ്റ് ഡിസ്പോസൽ കാര്യങ്ങളും ചെയ്യണ്ട, പണം ഞങ്ങൾക്ക് തന്നാൽ മതി. ഇങ്ങനെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വം കേരളത്തിൽ, അത് ഇടതെന്നോ വലതെന്നൊന്നും ഇല്ലാട്ടാ, ഇടതെന്നോ വലതെന്നോ അല്ലാത്ത പക്ഷമൊന്നും ഇവിടെ ഇല്ല. എല്ലാവരും ഒരുപോലെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു പ്രദേശത്ത് നമുക്ക് രക്ഷയില്ല. നമുക്ക് എന്താ രക്ഷയുള്ളത്? ഈ പെരിയാറിലേക്ക് സകല മാലിന്യങ്ങളും കലർത്തിയിട്ടാണ് നമ്മൾ ആ വെള്ളം എടുത്താണ് കുടിക്കുന്നത്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? നമ്മൾ മലിനജലം കുടിക്കുന്നു, മലിനവായു ശ്വസിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്ഷണം ഇവർക്ക് പരിശോധിച്ചിട്ട് ഇങ്ങോട്ട് കയറ്റാം, അല്ലേ? നമ്മുടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മീറ്റ്, പാല് സകലതും അതിർത്തിയിൽ പരിശോധിച്ചിട്ട് കയറ്റാം. നമ്മളിവിടുന്ന് ഏലക്ക കയറ്റുമതി ചെയ്യുമ്പോൾ അമേരിക്കക്കാർ അതിൽ വിഷം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചയക്കും. മനസ്സിലായോ? അവരുടെ രാജ്യത്ത് അവർ വിഷം കയറ്റാൻ സമ്മതിക്കൂല. എന്തുകൊണ്ട്? കേരളത്തിൽ നാളിതുവരെ ഭരിച്ച സർക്കാരുകൾ ഇവിടുത്തെ മനുഷ്യരെ വിഷം തീറ്റിക്കുന്നു. 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധിയില്ലാത്ത ജനം. അവരുടെ മേലെ എന്ത് അതിക്രമവും ആവാം. പ്രതികരിക്കൂല. മനസ്സിലായോ? പ്രതികരിക്കില്ല. എന്ത് അതിക്രമവും ചെയ്യാം. അവർക്ക് അശുദ്ധ വായു കൊടുക്കാം, അശുദ്ധ ഭക്ഷണം കൊടുക്കാം, അശുദ്ധ ജലവും കൊടുക്കാം. ഒരു പ്രശ്നവുമില്ല. അവരൊരു 30 വയസ്സാവുമ്പോൾ രോഗങ്ങൾ തുടങ്ങും. ഇന്നത്തെ തലനരച്ച ആൾക്കാർ ഈ നാടിന് കൊടുത്ത കാര്യങ്ങളാണ് ഞാൻ ഈ പറയണം. നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക് നിങ്ങളുടെ പൂർവികർ, അച്ഛൻ, അമ്മ ഒക്കെ തന്നേക്കണ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നത്. തലനരച്ച ആൾക്കാർ നിങ്ങൾക്ക് തന്നേക്കണ ലോകം.
നിങ്ങൾക്ക് നല്ല ഭക്ഷണമില്ല, നല്ല വായുവില്ല, നല്ല വെള്ളമില്ല. അതാണ് ഈ തലനരച്ച ആൾക്കാർ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. പിന്നെ ചെയ്തത് എന്താന്ന് വെച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തതാണ്. അതിൻ്റെ സയൻസ് ഇത്രയേ ഉള്ളൂ. ഭാരം കൂടുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടും, ഡാം നിൽക്കും. ഒരു പേപ്പർ ഇവിടെ വെച്ചാൽ പറന്നു പോകും, ഒരു കല്ലെടുത്ത് മേലെ വെച്ചാൽ പറക്കത്തില്ല. ഭാരം കൂടുമ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂടും. പക്ഷെ ഇവർ മനസ്സിലാക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ഈ പൊന്മാൻ്റെ കഥ അറിയോ? പൊന്മാൻ ആറ്റരികിലെ മുട്ടയിടും. പൊന്മാൻ മീൻ തിന്ന് ജീവിക്കുന്ന പക്ഷിയാണ്. അപ്പോൾ ആറ്റരികിൽ ആറിനോട് താഴ്ന്നു കിടക്കുന്ന ചില്ലയിൽ കൊണ്ടുപോയി കൂട് കൂട്ടും. മീൻ പിടിക്കാൻ എളുപ്പം, കുഞ്ഞുങ്ങളെ പരിചരിക്കാൻ എളുപ്പം, കുഞ്ഞുങ്ങളെ ട്രെയിൻ ചെയ്യാൻ എളുപ്പം. പക്ഷെ പൊന്മാൻ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. മഴ വരും, വെള്ളപ്പൊക്കം വരും, കൂടടക്കം ഒലിച്ചു പോകുന്നുള്ളത് പൊന്മാൻ്റെ ബുദ്ധിയിൽ വരത്തില്ല. അപ്പം ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കൂട്ടാൻ വേണ്ടി മുല്ലപ്പെരിയാർ ഡാമിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ഫില്ല് ചെയ്തപ്പോൾ ഈ പൊന്മാൻ്റെ ബുദ്ധിയായിരുന്നു. ഈ മുല്ലപ്പെരിയാർ ഡാം 130 വർഷം പഴക്കമായ ഡാമാണെന്നും ഇതിലെ സുർക്കി കൊണ്ടാണ് നിർമ്മിച്ചതെന്നും ഈ സുർക്കി മുഴുവൻ ഒലിച്ചു പോയി എന്നും വലിയ പതോൾസ്, ക്രിവൈസസ്, ഓയിഡ് ഇതിൻ്റെ ഉള്ളിൽ പൊത്തുകൾ രൂപപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ ഞങ്ങൾ വിസ്മരിച്ചു. അതുകൊണ്ട് എന്തായി, മോളിൽ കോൺക്രീറ്റിൻ്റെ ഭാരം കൂടിയപ്പോൾ ഡാം താഴേക്ക് ഇരുന്ന് ഒടിഞ്ഞു വളഞ്ഞ് ആ അവസ്ഥയിലാണ്. ഇപ്പം നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കി മനസ്സിലാവും, ഡാം നേരെയല്ല നിൽക്കുന്നത്, വളഞ്ഞാ നിൽക്കുന്നത്. കേരളത്തിലുള്ള മറ്റെല്ലാ ഡാമുകളും നമുക്ക് ദൂരെ നിന്നെങ്കിലും കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഈ ഡാം മാത്രം നമുക്ക് കാണാൻ പറ്റില്ല. അതാ ഒരു ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ. അപ്പം അതെന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ മറച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള പ്രസക്തമായ ചോദ്യമാണ്. അത് നമ്മുടെ രാജ്യം എന്താണ്, ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്നാണ് വെപ്പ്, അല്ലേ? സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, കേന്ദ്രത്തിനുള്ള അധികാരങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്ത് നിൽക്കുന്ന ഒരു ഡാമിൻ്റെ പൂർണ്ണമായ അവകാശം തമിഴ്നാടിനാണ്. അത് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. കേരളത്തിൻ്റെ അകത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമിൻ്റെ പൂർണ്ണമായ അധികാരം കേരളത്തിനായിരിക്കണം. അപ്പം ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് ആ ഡാം അവിടെ നിൽക്കുന്നത്. ഇത് കേരളത്തിലെ അടിമകൾ സഹിക്കുകയാണ്. ആർക്കും ഒരു പരാതിയില്ലല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ ബ്രേക്ക് ചെയ്ത് എന്താ അവർക്ക് പ്രശ്നം? ഒന്നിനും പരാതിയില്ല. ഒന്നിനും പരാതിയില്ല. ജല്ലിക്കെട്ട് വിഷയത്തിൽ തമിഴൻ പ്രതികരിച്ച പോലെ പ്രതികരിക്കൂല. ആകപ്പാടെ പ്രതികരിക്കണം എങ്ങനെയാണ്? അവനവൻ്റെ AC റൂമിലിരുന്ന് മൊബൈലെടുത്ത് സോഷ്യൽ മീഡിയയിൽ, വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ അവൻ ആ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങല്ല. ഞാൻ കേരളത്തിലെ ജനങ്ങളോടൊരു കാര്യം പറഞ്ഞു, എൻ്റെ കേസിനെ സുപ്രീം കോടതിയിൽ എതിർക്കുന്നത് കേരളമാണ്. ആ കേരളം, ഞാൻ ആർക്ക് വേണ്ടിയാണ് കേസ് കൊടുത്തതാണ്? കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. ആ കേസിനെ എതിർക്കുന്നത് കേരളമാണ്. 2018 കേരള മുഖ്യമന്ത്രി ഒരു 3 അടി കുറയ്ക്കോ? തമിഴ്നാടിനോട് ചോദിച്ചതാണ്. ഒരു 3 അടി കുറയ്ക്കോ ജലനിരപ്പ് 142 നിന്ന് 139? ഞങ്ങളുടെ നാട് പ്രളയത്തിലാണ്. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, മനുഷ്യനും മൃഗങ്ങളും മരിച്ചു ഒഴുകി നടക്കുന്നു, മഴ കനക്കുന്നു, ഡാമുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഗത്യന്തരമില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ. ദയവ് ചെയ്ത് തമിഴ്നാട് മുഖ്യമന്ത്രി, താങ്കൾ 142 നിന്ന് 139 ജലനിരപ്പൊന്ന് കുറയ്ക്കോ? കുറച്ചാ? എന്നിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? 142 നിന്ന് 139. പ്രളയകാലത്ത് മനുഷ്യൻ ഒഴുകി നടക്കുമ്പോഴാന്ന് ഓർക്കണം. 142 നിന്ന് 139 ജലനിരപ്പ് കുറയ്ക്കാനല്ല പോകുന്നത്, 142 നിന്ന് 152 കൂട്ടാനാണ് പോകുന്നതെന്ന് പറഞ്ഞത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ആദ്യം എല്ലാവരും തള്ളി പറഞ്ഞെങ്കിലും ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്നവരാണ് കൂടുതൽ മലയാളികളും. അല്ല, മാധവ് ഗാഡ്ഗിൽ കേരളത്തിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ച് നന്നായി പഠിച്ചിട്ട് ആണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അത് മിസ്ഇൻ്റർപ്രറ്റ് ചെയ്തു.
മനസ്സിലായ? ഇത് മലയോര കർഷകർക്ക് എതിരാണ് എന്ന് പറഞ്ഞൊരു പ്രൊപ്പഗാൻഡ ഉണ്ടായി. അന്ന് അവർ മനസ്സിലാക്കേണ്ട കാര്യം കേരളം മൊത്തത്തിൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്യണമെന്ന് പറയേണ്ടതായിരുന്നു. ഒരു പടിയും കൂടി കടന്ന് മലയോരങ്ങൾ മാത്രമല്ല, ഇടനാടും മലനാടും തീരനാടും എല്ലാം എക്കോളജിക്കലി സെൻസിറ്റീവ് ആണെന്ന് പറയണമായിരുന്നു. മലയോര കർഷകരെ അവിടെ നിന്ന് ഇറക്കല്ല വേണ്ടത്. അവര് ഒരു പരിധി വരെ പ്രകൃതിയോടൊത്ത് ജീവിക്കുന്നവരാ. മരമില്ലാത്തടത്തും മരം ഉണ്ടാക്കുന്ന ആൾക്കാരാ, പച്ചപ്പുണ്ടാക്കുന്ന ആൾക്കാരാ കൃഷിക്കാര്. അവരെ അവിടെ നിന്ന് ഇറക്കല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഇവിടെ വലിയ സൗധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അവരെ ആയിരുന്നു ഇറക്കേണ്ടത് അല്ലേ? കൊച്ചിയില് പാടം നികത്തി നിർഗമന മാർഗങ്ങൾ അടച്ച ആൾക്കാരുണ്ട്. ഇന്നിപ്പോ ഒരു ചാറ്റൽ മഴ പെയ്താൽ എറണാകുളം മുങ്ങി. റോഡിനോട് ചേർന്ന കടകളിലുള്ള സാധനങ്ങൾ മുഴുവനും വെള്ളത്തിലാവും. എടുത്തോണ്ട് ഓടാൻ പോലും സമയമില്ലാത്ത അവസ്ഥയിൽ മഴ പെയ്താല്. അപ്പൊ ഓരോ മഴക്കാലത്തും കൊച്ചിയിലെ കച്ചവടക്കാർക്ക് കോടികളുടെ നഷ്ടം ഉണ്ടാകുന്നു. അത് രാജ്യത്തിന്റെ നഷ്ടമല്ലേ? അത് ആരാ വരുത്തി വെക്കുന്നത്? ഈ ജലനിർഗമന മാർഗങ്ങൾ, അതായത് മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാകുന്നതിന് മുമ്പ് പെരിയാർ എന്ന് പറയുന്ന മുല്ലൈ പെരിയാർ എന്ന് പറയുന്ന നദി ഒഴുകിയത് 1000 കൈവഴികളായിട്ടാണ്. ആ കൈവഴികൾ നിറയെ വെള്ളം, നിറയെ മത്സ്യം, താറാവ് മുതലായ സാധനങ്ങൾ നീന്തി നടക്കുന്ന ജലാശയങ്ങൾ. ആ കൈവഴികളുടെ ഇരുവശങ്ങളിലും വൻമരങ്ങൾ. ഇന്ന് കാണുന്ന കേരളത്തിന്റെ ഭംഗിയൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തര നിറച്ച രാഷ്ട്രീയക്കാരുണ്ടല്ലോ, നമ്മുടെ കാരണവന്മാരുണ്ടല്ലോ, അവര് തന്നിരിക്കുന്ന ലോകം അവര് കണ്ട ലോകമല്ല, അവര് കണ്ട കേരളമല്ല ഇന്നത്തെ തലമുറയ്ക്ക് തന്നിരിക്കുന്നത്. ഇന്നത്തെ തലമുറ ഇത് തിരിച്ചറിയണം. എനിക്കതാ പറയാനുള്ളൂ. ഈ പ്രശ്നം വീട്ടിൽ തുടങ്ങണം. ഇവർ ഓട്ടുകുത്തി യന്ത്രങ്ങളായിട്ട് പോയി നിൽക്കണ്ടല്ലോ ഓരോ 5 വർഷം കൂടുമ്പോൾ. പോളിസി ഇല്ലാത്ത ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പം അമേരിക്കയിലാണെങ്കിൽ പ്രസിഡൻഷ്യൽ ഇലക്ഷന് സ്ഥാനാർത്ഥികൾ വന്ന് അടുത്ത 5 വർഷത്തേക്കുള്ള കാര്യങ്ങൾ പറയും. ഞാൻ ജയിച്ചാൽ എന്ത് ചെയ്യും? ഇത് കേട്ടിട്ടാണ് അമേരിക്കൻ ജനത വോട്ട് ചെയ്യുന്നത്. ഏതാണ് നല്ല ഇലക്ഷൻ മാനിഫെസ്റ്റോ, ഏതാണ് നല്ല പോളിസി പുറപ്പെടുവിക്കുന്നത് ആരാണ്? അവർക്കാ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല. UK-ലും അങ്ങനെ തന്നെയാണ്, തമിഴ്നാട്ടിലും അങ്ങനെയാണ്. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന തമിഴ്നാട്ടിൽ ജനങ്ങൾക്ക് രാഷ്ട്രീയമില്ല. ജല്ലിക്കെട്ട് വിഷയത്തിൽ നമ്മൾ കണ്ടതാണ്. രാഷ്ട്രീയക്കാരോട് പോകാൻ പറഞ്ഞു, ജനങ്ങൾ ഒന്നിച്ചു നിന്നു. രാഷ്ട്രീയക്കാർ ജനത്തിൻ്റെ പുറകെ വന്നു. തമിഴ്നാട്ടിൽ രാഷ്ട്രീയമില്ല. കാരണം എന്താണ്? ബുദ്ധിമാന്മാരാണ്. അവരാണ് ഇന്ന് പണ്ട് അണ്ണാദുരൈ പറഞ്ഞു ഇന്ത്യയുടെ രാഷ്ട്രഭാഷ തമിഴാക്കണമെന്ന് പറഞ്ഞു. ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ലോകത്ത് എത്രയോ രാജ്യങ്ങളിൽ തമിഴ് സെക്കൻഡ് ലാംഗ്വേജ് ഉണ്ട്. ഇന്ത്യയിൽ എത്രയോ ആളുകൾ തമിഴ് സംസാരിക്കുന്നു. നമുക്കും സംസാരിക്കാൻ എളുപ്പമാണ്. മലയാളിക്ക് ഒരു തമിഴൻ പറയണ കേട്ടാൽ മനസ്സിലാവും, തിരിച്ചു പറയാൻ കഴിഞ്ഞില്ലെങ്കിലും. ഇത് ദ്രാവിഡ ഭാഷയാണല്ലോ. അപ്പോൾ അണ്ണാദുരൈ പണ്ട് പറഞ്ഞതാണ് തമിഴ് ഇന്ത്യയുടെ രാഷ്ട്രഭാഷയാക്കണമെന്ന്. ഹിന്ദി എവിടെ ഉണ്ട്? മലേഷ്യയിൽ ഹിന്ദി ഉണ്ടോ? മൗറീഷ്യസിലെ സെക്കൻഡ് ലാംഗ്വേജ് തമിഴാണ്. സിംഗപ്പൂരിലെ 3ാമത്തെ ഭാഷ തമിഴാണ്. അങ്ങനെ പല രാജ്യങ്ങളും ഉണ്ട് ഇന്ത്യക്ക് പുറത്ത്. അപ്പോൾ തമിഴ് എന്ന് പറയുന്ന ആ തമിഴ് എന്ന് പറയുന്ന ആ ഒരു ആശയം, ആ ഒരു വികാരം, അത് തമിഴനുണ്ട്. അവന് ബുദ്ധിയുണ്ട്. ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ നോക്ക്, തഞ്ചാവൂരത്തെ ക്ഷേത്രങ്ങളൊക്കെ നോക്ക്, അതിൻ്റെ കൺസ്ട്രക്ഷൻ പോലും എങ്ങനെയാണ് അത് നിർമ്മിച്ചത് എന്നുള്ളത് ഇന്നത്തെ ആർക്കിടെക്ട്സിന് പോലും അറിയത്തില്ല, കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അങ്ങനെ എല്ലാം കൊണ്ടും ബുദ്ധിമാന്മാരുടെ ഒരു സ്ഥലമാണ് തമിഴ്നാട്. കറുത്തിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ താഴ്ത്തണ്ട, ദ്രാവിഡരാന്ന് വിചാരിച്ചുകൊണ്ട് താഴ്ത്തണ്ട. പക്ഷേ നമുക്കുണ്ടോ? ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഞാൻ LDF-കാരനാണ്, ഞാൻ LDF-നെ വോട്ട് ചെയ്യും. ഞാൻ UDF-കാരനാണ്, ഞാൻ UDF-നെ വോട്ട് ചെയ്യും.
ഞാൻ BJP കാരനാണ്, ഞാൻ BJPക്ക് വോട്ട് ചെയ്യും. ഇവർക്കൊന്നും നാടിൻ്റെ നന്മ പറയുന്ന പോളിസിയുള്ള ഒരു ആദർശമുള്ള ഒരു രാഷ്ട്രീയം വേണ്ട. അങ്ങനെ രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന ഈ നാട്ടിലെ ജനങ്ങൾ തന്നെയാണ് ഈ നാടിൻ്റെ പ്രശ്നം. അവിടെയാണ് പ്രശ്നം, രാഷ്ട്രീയക്കാരല്ല. രാഷ്ട്രീയക്കാർ വളരെ വിദഗ്ധമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് അവരുടെ നേട്ടം. ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഈ നാടിൻ്റെ പ്രശ്നം. ഇവർക്ക് ബോധമുണ്ടാവണം. അതാണ് ഞാൻ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ ശരിയെന്ന് എൻ്റെ ബുദ്ധിക്ക് എൻ്റെ യുക്തിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഈ പറയുന്നത്. ആളുകളത് സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊരു വിഷയമേ അല്ല. കാരണം വേറെ ഒരാളിത് പറയാനില്ല കേരളത്തിൽ. അല്ലെങ്കിൽ ഷക്കീറ ഒന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവാ, ഒരാളെ കൊണ്ടുവാ, ഇത് പറയുന്ന ഒരാളെ കൊണ്ടുവാ. എനിക്ക് മാറാനാ താല്പര്യം. ഈ മുമ്പിൽ നിന്ന് മാറാനാ താല്പര്യം. അത്ര സ്ട്രെയിൻ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ വേറൊരാൾ പറയുകയാണെങ്കിൽ എനിക്ക് മാറാലോ. ഒരാൾ പോലും ഇത് പറയാനില്ല കേരളത്തിൽ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഇപ്പൊ റസൽ സാറ് ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എല്ലാതും തുറന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം സാറിനോ കുടുംബത്തിനോ എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ഇതിൽ നിന്നും പിന്മാറണം എന്നുള്ള തരത്തിലുള്ള മെസ്സേജുകളോ വരാറുണ്ടോ? അത് ഞാൻ ആലോചിച്ച ഒരു കാര്യമാണ്. കേസ് കൊടുക്കണതിന് മുമ്പ് ഞാൻ ആലോചിച്ചു, എനിക്ക് ഒരു 10,000 കോടി തരാമെന്ന് പറഞ്ഞാൽ ഞാൻ ആ പ്രലോഭനത്തിൽ വീഴുമോ? അത് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് അതിനുള്ള ഉത്തരം കിട്ടി. എന്നോട് തന്നെ ചിന്തിച്ച് നടന്ന കാര്യമാണ്. ഉത്തരം ഇതായിരുന്നു, ഇല്ല, വീഴില്ല. രണ്ടാമത്തെ ചോദ്യം, എനിക്ക് 3 കുട്ടികളുണ്ട്. എൻ്റെ കുട്ടികളെ വെച്ച് വിലപേശിയാൽ, ഭീഷണിപ്പെടുത്തിയാൽ, കൊല്ലാൻ പോയാൽ, തട്ടിക്കൊണ്ട് പോയാൽ ഞാൻ എങ്ങനെ പ്രതികരിക്കും? അതിന് എനിക്ക് ഒരാഴ്ച എടുത്ത് അത് ചിന്തിച്ച് ഒരു തീരുമാനം എടുക്കാനായിട്ട് എനിക്ക് ഒരാഴ്ച എടുത്ത്. ഞാൻ ചിന്തിച്ചു, എൻ്റെ മക്കൾ പോലെയല്ലേ നിങ്ങളുടെ മക്കള് അല്ലേ? എൻ്റെ 3 മക്കളെ പോലെ തന്നെയല്ലേ കേരളത്തിലെ ഓരോ കുഞ്ഞുങ്ങളും? 3.5 കോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്. അവരുടെ ജീവൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന സഹനങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഭീഷണിപ്പെടുത്തുന്നവർ തീരുമാനിച്ചുറച്ച കാര്യങ്ങൾ നിസ്സാരാണ് 3.5 കോടി ജനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒരാഴ്ച ചിന്തിച്ചിട്ടാണ് ഞാൻ ഒരുപാട് വിഷമിച്ച് ചിന്തിച്ച കാര്യമാണ്. ഞാനപ്പോൾ തീരുമാനിച്ചു, എൻ്റെ കുടുംബത്തെ, എന്നെ മൊത്തമായി ഈ വിഷയത്തിന് വേണ്ടി സമർപ്പിച്ചിട്ടാണ് ഞാൻ കേസ് കൊടുക്കാൻ തീരുമാനിച്ചത്. ഇപ്പം തന്നെ പ്രലോഭനങ്ങളുണ്ട്, ഭീഷണി കുറവാ. കാരണം ഒരിക്കലും ഭീഷണിപ്പെടുത്തില്ല, ഭീഷണി സംഭവിക്കുക ചെയ്യണേ. ഇപ്പോൾ 52 വെട്ട് കൊണ്ട് TP ചന്ദ്രശേഖരനോട് തലേ ദിവസം പറഞ്ഞിട്ടാണ് അവർ ചെയ്തത്, ആണ് അല്ലല്ലോ? ഭീഷണി ഒരിക്കലും ഉണ്ടാകില്ല, ഭീഷണി നടപ്പിലാകുക ചെയ്യുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും ഞാൻ മരിച്ചു കിടന്നാൽ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ, നിങ്ങൾ ചിന്തിക്കുക. കേരളത്തിലെ ജനങ്ങൾ, ലോക മലയാളികൾ ചിന്തിക്കുക. എവിടെയെങ്കിലും മരിച്ചു കിടന്നാൽ നിങ്ങൾ ചിന്തിക്കുക. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ചിന്തിക്കുക. ഇതിനെല്ലാം അതിജീവിക്കാനുള്ള ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇതിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ചിന്തിക്കാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. എന്തായാലും സാറിന്റെ യാത്ര കൂടുതൽ നന്നായി തന്നെ മുന്നോട്ട് പോട്ടെ, ലക്ഷ്യങ്ങളൊക്കെ നന്നായി തന്നെ നടക്കട്ടെ. താങ്ക് യു സോ മച്ച്.